ആയിരക്കണക്കിന് ഏക്കറുകളുള്ള തരിശു ഭൂമിയിൽ ആദ്യം 1 മൈൽ നടക്കും. എന്നിട്ട് 1000 റക്അത്ത് നിസ്കരിക്കും. ഓരോ റക്അത്തുകൾ കഴിയുന്തോറും വല്ലാത്തൊരു ആത്മീയ അനുഭൂതി. ദൈവത്തെ വണങ്ങി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പോയതറിഞ്ഞില്ല. 4 വർഷം അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി. അതിനിടയ്ക്ക് സുൽത്താൻ ഹാറൂൺ റഷീദ് അതുവഴി ഹജ്ജിന് പോയി. ആൾപെരുമാറ്റമില്ലാത്ത മരുക്കാട്ടിൽ ഒരാൾ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. ഇതാരാ? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന ഒരു യോഗി വര്യൻ, ദൈവത്തെ വണങ്ങി സന്തോഷിക്കുന്ന മനുഷ്യൻ. ഖലീഫ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം സലാം അടക്കി. എന്തൊക്കെയുണ്ട് വിശേഷം? ഖലീഫ കുശലാന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പാടി, നുറഖിഉ ദുനിയാന بتمسيق ديننا فلا ديننا يبقي ولا ما نرقع فطوبى لعبد آثر الله ربه وجاد بدنياه لما يتوقه. നമ്മളൊക്കെ ആഖിറം കണ്ടിട്ട് ദുനിയാവ് ഏച്ചുകെട്ടുന്നു. നമ്മളൊക്കെ ആഖിറം കണ്ടിച്ച് ദുനിയാവ് ഏച്ചുകെട്ടുന്നു. ഇതുമൂലം നമ്മുടെ ദുനിയാവും ആഖിറവും ബാക്കിയാവുന്നില്ല. ഐഹിക ജീവിതത്തിൽ നാഥന്റെ തൃപ്തിയും പാരത്രിക സൗഖ്യവും നേടിയവനാണ് സൗഭാഗ്യവാൻ. അവനാണ് സർവമംഗളങ്ങളും. അതുകൊണ്ട് ദുനിയാവിൽ താങ്കൾക്ക് ലഭിച്ച അധികാരത്തിൽ മതിമറന്ന് ആസ്വദിക്കരുത്. പ്രജകളോടുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുക. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദിനെ ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ നയനങ്ങൾ ഈറനണിഞ്ഞു. ഇബ്നു അദ്ഹം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണീരോടെ അദ്ദേഹം യാത്ര തുടർന്നു. ഭൗതിക ലോകത്തെയും അവിടുത്തെ അധികാരങ്ങളെയും ഒക്കെ ഉലകിൽ പറത്തി ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിക്ക് ചിന്താകിരണങ്ങൾ ഇട്ടുകൊടുത്ത് ബൽഖിന്റെ രാജൻ വീണ്ടും യാത്ര തുടർന്നു. ഇറാഖാണ് ലക്ഷ്യം. പോകുന്ന വഴിക്ക് റയ്യി എന്ന പ്രദേശത്തെത്തി. അവിടെ ഒരു ആൾക്കൂട്ടം. അവർക്ക് ഇബ്രാഹിം അദ്ഹം എന്ന പേരറിയാം. പലരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ കണ്ടാൽ ആർക്കും തിരിച്ചറിയുകയുമില്ല. ജനങ്ങൾ കൂടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ഏതോ ഒരു പണ്ഡിതന്റെ വിജ്ഞാന സദസ്സാണത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിക്കാനാണ് ജനങ്ങളൊക്കെയും അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ഉയർന്ന ഒരു ഇരിപ്പിടത്തിൽ കാലിൽ കാല് കയറ്റി വെച്ചുള്ള അദ്ദേഹത്തിന്റെ ഇരുത്തം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പിടിച്ചില്ല. അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ ഇത്രയും അഹംഭാവം പാടില്ല. ഇയാളെ ചിട്ട പഠിപ്പിക്കണം, അദ്ദേഹം മനസ്സിൽ കരുതി. എന്നിട്ട് അയാളുടെ സദസ്സിൽ ചെന്നിരുന്ന് വിശുദ്ധ ഖുർആനിലെ തബാറക സൂറത്ത് ഓതാൻ തുടങ്ങി. അല്ലദീ ഖൽഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ച അള്ളാഹു എന്ന സാരാംശം വരുന്ന സൂക്തം ഓതേണ്ടതിന് പകരം അല്ലദീ ഖലഖ സരീറ, കസേരയെ സൃഷ്ടിച്ചവനെന്ന് അയാൾ ഇരിക്കുന്ന ആഡംബര കസേരയുടെ നേരെ നോക്കി ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം മാറ്റി ഓതി. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി. പ്രിയച്ചുള്ള ആ പാരായണം കേൾക്കേണ്ട താമസം പണ്ഡിതൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു. നീ തെറ്റിയോ? എങ്കിൽ പിന്നെ ഖലഖൽ അർശ, അർശിനെ സൃഷ്ടിച്ചവനെന്നായിരിക്കും. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വീണ്ടും മാറ്റി ഓതി. അതുമല്ല, നിങ്ങൾക്ക് വീണ്ടും പിഴച്ചു. പണ്ഡിതൻ വീണ്ടും തിരുത്തി. എന്നാൽ പിന്നെ ഖലഖൽ ഫറസ, കുതിരയെ സൃഷ്ടിച്ചവനെന്നായിരിക്കും. സദസ്സിന് പുറത്തു നിൽക്കുന്ന പണ്ഡിതന്റെ കുതിരയുടെ നേരെ നോക്കി ഒരു ചെറുചിരിയോടെ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു വീണ്ടും ഓതി. അതുമല്ല, നിങ്ങൾക്ക് വീണ്ടും തെറ്റി. പണ്ഡിതൻ തിരുത്തിക്കൊണ്ടേയിരുന്നു. നാലാമതൊന്നുകൂടി ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മാറ്റി ഓതി. അല്ലദീ ഖലഖൽ ഖസ്ർ, കൊട്ടാരത്തെ സൃഷ്ടിച്ചവൻ. എന്താണ് ഇങ്ങനെ പിഴവോതുന്നത്? അറിയില്ലെങ്കിൽ പഠിച്ചൂടെ? അയാൾ നാലാമതും തിരുത്തി. എങ്കിൽ പിന്നെ എന്താണ് ശരിയെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ. നിങ്ങളിൽ ആരാണ് സൽക്രമികളെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവൻ? അല്ലാഹു ആണ്. അല്ലദീ ഖൽഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ പഠിക്കാതെ ഇങ്ങനെ പേച്ചോതരുത് എന്ന് പണ്ഡിതൻ ഉപദേശിച്ചു. അത് ശരി. അപ്പോൾ മരണവും ജീവിതവും ഒക്കെ ഉണ്ടെന്നല്ലേ നിങ്ങൾ ഓതുന്നത്? അതിനെക്കുറിച്ചൊക്കെ ചിന്തയും പേടിയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അഹങ്കാരത്തോടെ ഇരിക്കുമായിരുന്നു. ഒരുപാട് പഠിക്കുന്നതിലോ പഠിപ്പിക്കുന്നതിലോ അല്ല കാര്യം, അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ട് അയാൾ പരുങ്ങി. വല്ലാതെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല അല്ലേ? എന്നെ തിരുത്താൻ വേണ്ടിയായിരുന്നല്ലേ നിങ്ങളുടെ പാരായണം? വല്ലാത്ത മൂർച്ചയുള്ള അമ്പുകൊണ്ടാണ് നിങ്ങൾ എന്നെ എറിഞ്ഞത്. നിങ്ങളുടെ ശരവാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ്
തറച്ചത്. ഇതും പറഞ്ഞ് പണ്ഡിതൻ ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന്റെ മുന്നിൽ ഭവ്യതയോടെ ഇരുന്നു. അദ്ദേഹം ഖേദിച്ചു. ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ പരിത്യാഗിയായി ജീവിക്കാൻ. അദ്ദേഹം ദർസ് നിർത്തി അദ്ഹമിന്റെ കൂടെ യാത്ര തുടങ്ങി. ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന്റെ കൂടെ യാത്ര തുടങ്ങി. രണ്ടുപേരും നടന്ന് നടന്ന് കുറച്ചെങ്ങെത്തിയപ്പോൾ ഉണ്ട് വഴിയരികിൽ ഒരു കല്ല്. തിരിച്ചിട്ട് വായിക്കൂ എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു അദ്ഹം റളിയല്ലാഹു ആ കല്ല് തിരിച്ചിട്ടു. അതിൽ എഴുതി വെച്ചത് വായിച്ച് രണ്ടുപേരും മുഖാമുഖം നോക്കി. ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്.